7th chapter alternating current part 1 first topic പഠിക്കാനുള്ളത് റൂട്ട് മീൻ സ്ക്വയർ അല്ലെങ്കിൽ RMS വാല്യൂ ഓഫ് കറണ്ട്. എന്താണ് RMS വാല്യൂ ഓഫ് കറണ്ട് എന്ന് നോക്കാം. It is the value of DC which produces same heating effect as AC. AC കടത്തി വിടുമ്പോൾ എത്ര ഹീറ്റിംഗ് എഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്, അത്രയും ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാവാൻ ആവശ്യമായ DCനെയാണ് നമ്മളെന്ത് പറയുന്നത്, RMS വാല്യൂ എന്ന് പറയുന്നത്. It is the value of DC which produces same heating effect as AC. ഇനി RMS വാല്യൂ ഓഫ് കറണ്ട് കാണാനുള്ള ഫോർമുല IRMS is equal to I0 by root 2. ഇതിൽ I0 എന്ന് പറയുന്നത് പീക്ക് അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ആണ്. അതുപോലെ തന്നെ VRMS is equal to V0 by root 2. ഇതിൽ V0 എന്ന് പറയുന്നത് പീക്ക് ഓർ മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ്. അപ്പോൾ AC-യിൽ നമ്മൾ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏത് വാല്യൂ ആയിട്ടാണ്, RMS വാല്യൂ ആയിട്ടാണ് മാറുന്നത്. ഇനി എന്താണ് ഫേസർ ഡയഗ്രാം? It is a vector diagram in which voltage and current are represented as vectors and phase angle between them, rotating in anti-clockwise direction. ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു വെക്ടർ ഡയഗ്രാമാണ്. ആ വെക്ടർ ഡയഗ്രത്തിൽ വോൾട്ടേജും കറണ്ടും റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തായിട്ടാണ്, വെക്ടേഴ്സ് ആയിട്ടാണ്. ആൻഡ് ഫേസ് ആംഗിൾ ബിറ്റ്വീൻ ദം, അതിൻ്റെ ഇടയിലുള്ള ഫേസ് ആംഗിൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫേസർ ഡയഗ്രത്തെ നമുക്ക് ഏത് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാം, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാം. AC ത്രൂ റെസിസ്റ്റർ. ഫിഗറിൽ നമുക്കൊരു റെസിസ്റ്റൻസ് കാണാം, അതിനെ ഒരു AC ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇത് അപ്ലൈ ചെയ്യുന്ന AC എന്ന് പറയുന്നത് V = V0 sin ωt ആണ്. നമുക്ക് കറണ്ട് കാണാനുള്ള ഫോർമുല അറിയാം. കറണ്ട് I = V/R ആണ്. അപ്പോൾ വിക്ക് പകരം നമ്മൾ V0 sin ωt കൊടുക്കുന്നു. അപ്പോൾ V0 sin ωt/R. V0/R എന്ന് പറയുന്നത് കറണ്ട് I0 ആണ്. സോ വി ക്യാൻ റൈറ്റ് I0 sin ωt. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് V = V0 sin ωt, ലഭിക്കുന്ന കറണ്ട് I = I0 sin ωt ആണ്. സോ വി ക്യാൻ റൈറ്റ് I and V are in phase. ഐയും വിയും എങ്ങനെയാണ് വരുന്നത്, ഒരേ ഫേസിലാണെന്ന് നമുക്ക് പറയാം. ഇനി AC റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പവർ ആവറേജ് പവർ നോക്കാം. ആവറേജ് പവർ കാണാനുള്ള ജനറൽ ഫോർമുല ഇതാണ്, ഇന്റഗ്രൽ VI/dt/t. ഇത് വിയുടെ വാല്യൂ നമുക്കറിയാം V0 sin ωt ആണ്, ഐയുടെ വാല്യൂ I0 sin ωt ആണ്. ഈ രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്നത് V0 I0/2 ആണ്. ഇതിൽ 2നെ നമുക്ക് √2 × √2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, V0/√2 × I0/√2. V0/√2 നമുക്കറിയാം VRMS ആണ്, I0/√2 IRMS ആണ്. അപ്പോൾ പവർ ആവറേജ് നമുക്ക് എങ്ങനെ എഴുതാം, പവർ ആവറേജ് VRMS × IRMS. ഇതാണ് AC റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പവർ ആവറേജ്. ഇനി റെസിസ്റ്ററിലൂടെ AC പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫേസർ ഡയഗ്രാം നോക്കാം. ഇവിടെ നമുക്ക് വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലാണ് നമുക്കറിയാം. അപ്പോൾ ഒരേ ഡയറക്ഷനിലാണ് രണ്ട് മൂവ് ചെയ്യുന്നത്. വോൾട്ടേജിൻ്റെ വാല്യൂ കുറച്ച് കൂടുതലായിരിക്കും, കറണ്ടിൻ്റെ വാല്യൂ കുറവായിരിക്കും. ഇതിനെ മറ്റൊരു രീതിയിലും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഈ രീതിയിൽ നമുക്ക് വരുന്നുണ്ട്. V വലുതാണ്, I ചെറുതാണ്. ഇവ ഏത് ഡയറക്ഷനാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് അവിടെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കാം. കറണ്ടും വോൾട്ടേജും ഒരേ സമയത്താണ് 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരേ സമയം മാക്സിമമായി മാറുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരേ സമയം 0 ആവുന്നു, ഒരേ സമയം റിവേഴ്സ് ഡയറക്ഷനിൽ മാക്സിമം ആവുന്നു. അപ്പോൾ ഒരേ ഫേസിലാണ് വരുന്നത്, പക്ഷേ വോൾട്ടേജിനും കറണ്ടിനും വാല്യൂവിൽ വ്യത്യാസമുണ്ട്. ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അടുത്തത് AC ത്രൂ ഇൻഡക്ടർ. ഒരു ഇൻഡക്ടർ അല്ലെങ്കിൽ ഒരു കോയിൽ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് V = V0 sin ωt തന്നിട്ടുണ്ട്. നമുക്ക് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻ ഇൻഡക്ടറുടെ കാര്യത്തിൽ നമുക്കറിയാം V = L × di/dt ആണ്. ഇതിൽ നിന്ന് diയുടെ വാല്യൂ കാണണം, di = V/L × dt. ഇതിൽ നിന്ന് നമ്മൾ ഐയുടെ വാല്യൂ കാണാൻ പോവുകയാണ്.
ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി ഐ. ഡി ഐക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? വി ബൈ എൽ ഇൻറ്റു ഡി ടി കൊടുക്കുന്നു. വിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? വി സീറോ സൈൻ ഒമേഗ ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇൻ്റഗ്രൽ വി ബൈ എൽ ഇൻറ്റു സൈൻ ഒമേഗ ടി ഡി ടി. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതാണ്. ഐ ഈസ് ഈക്വൽ ടു മൈനസ് വി സീറോ ബൈ എൽ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി. അപ്പോൾ ഇവിടെ മൈനസ് കോസ് ഒമേഗ ടീനെ നമ്മൾ സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു കൊടുത്തു. അതുപോലെ തന്നെ എൽ ഒമേഗനെ നമ്മൾ എക്സ് എൽ എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായി മാറുന്നു പറഞ്ഞാൽ വി സീറോ ബൈ എക്സ് എൽ ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. ഇതിൽ എക്സ് എൽ എന്ന് പറയുന്നത് ഒമേഗ എൽ ആണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. അപ്പോൾ ഇവിടെ വി സീറോ ബൈ എക്സ് എൽ എന്ന് പറഞ്ഞാൽ വി സീറോ ബൈ റെസിസ്റ്റൻസ് ആണ്. ഇൻഡക്ടറുടെ റെസിസ്റ്റൻസിനെയാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് പറയുന്നത്. അപ്പോൾ വി സീറോ ബൈ എക്സ് എല്ലിനെ നമുക്ക് ഐ സീറോ എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറി? ഐ ഈസ് ഈക്വൽ ടു ഐ സീറോ സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്ത വോൾട്ടേജ് വി ഈസ് ഈക്വൽ ടു വി സീറോ സൈൻ ഒമേഗ ടി ആണ്. ലഭിക്കുന്ന കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ഐ സീറോ സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു ആണ്. സോ വി ക്യാൻ റൈറ്റ് ഐ ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ് ബൈ പൈ ബൈ ടു. അപ്പോൾ ഒരു ഇൻഡക്ടറിലൂടെ എ സി പാസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് എന്ത് ചെയ്യുന്നത്? ലാഗ് ചെയ്യാണ് ചെയ്യുന്നത് വോൾട്ടേജിനേക്കാൾ എത്ര? ബൈ പൈ ബൈ ടു. ഇനി എന്താണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എക്സ് എൽ നോക്കാം. റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ഇൻഡക്ടർ ടു എ സി. അപ്പോൾ എ സി ഇൻഡക്ടറിലൂടെ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. അതിൻ്റെ ഫോർമുല എക്സ് എൽ ഇസ് ഈക്വൽ ടു ഒമേഗ എൽ. ഇനി ആവറേജ് പവർ നോക്കാം. ഇൻഡക്ടറിലൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം പവർ ആവറേജ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വി ഐ ഡി ടി ബൈ ടി ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ ഏതാണ്? 0 ആണ്. ഫേസർ ഡയഗ്രാം നോക്കാം. ഇവിടെ നമ്മൾ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നോക്കാം, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് പിന്നിലും അതുപോലെ തന്നെ വോൾട്ടേജ് മുന്നിലുമാണ്. സോ വി ക്യാൻ റൈറ്റ് കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ്. മറ്റൊരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. അവിടെ അതേ വോൾട്ടേജ് മുന്നിലാണ്, കറണ്ട് പിന്നിലായിട്ടാണ് വരുന്നത്. ഇനി അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കാം. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നോക്കുക, കറണ്ട് താഴെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, വോൾട്ടേജ് മുകളിൽ നിന്നാണ്. അപ്പോൾ കറണ്ട് ലാഗ് ചെയ്യാണ് ചെയ്യുന്നത്. എ സി ത്രൂ കപ്പാസിറ്ററിൽ എ സി അപ്ലൈ ചെയ്യുന്നു. എ സി നമുക്കറിയാം വി ഈസ് ഈക്വൽ ടു വി സീറോ സൈൻ ഒമേഗ ടി ആണ്. അപ്പോൾ ഒരു കപ്പാസിറ്ററിൽ നമുക്ക് കറണ്ട് കാണാനുള്ള ഫോർമുല അറിയാം. ഐ ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി. ക്യൂ എന്ന് പറഞ്ഞാൽ സി വി ആണ്. സോ വി ക്യാൻ റൈറ്റ് ഡി ബൈ ഡി ടി ഓഫ് സി വി. ഡി ബൈ ഡി ടി ഓഫ് സി ഇൻറ്റു വിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? വി സീറോ സൈൻ ഒമേഗ ടി. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം ഐ ഈസ് ഈക്വൽ ടു സി വി സീറോ ഇൻറ്റു ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നമ്മൾ എഴുതുന്നു. അപ്പോൾ നമുക്ക് കിട്ടും ഐ ഈസ് ഈക്വൽ ടു വി സീറോ. ആ സി ഒമേഗനെ നമ്മൾ അടിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ 1/c ഒമേഗ എന്ന് എഴുതാം ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു. കോസ് ഒമേഗ ടീനെ നമുക്ക് ആ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് വി സീറോ ബൈ എക്സ് സി ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു. ഇതിൽ എക്സ് സി എന്ന് പറയുന്നത് 1/c ഒമേഗയാണ്. അതിനെ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. അപ്പോൾ വി സീറോ ബൈ എക്സ് സിനെ നമുക്ക് ഐ സീറോ എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കത് കിട്ടി ഐ ഈസ് ഈക്വൽ ടു ഐ സീറോ സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു. അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് വി ഈസ് ഈക്വൽ ടു വി സീറോ സൈൻ ഒമേഗ ടി ആണ്. ലഭിക്കുന്ന കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ഐ സീറോ സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു ആണ്. സോ വി ക്യാൻ റൈറ്റ് ഐ ലീഡ്സ് വി ബൈ പൈ ബൈ ടു. അപ്പോൾ ഇവിടെ കറണ്ട് ലീഡ് ചെയ്യാണ് ചെയ്യുന്നത്, അതായത് വോൾട്ടേജിന് മുന്നിലായിട്ടാണ് വരുന്നത് ബൈ എൻ ആംഗിൾ പൈ ബൈ ടു. ഇനി എന്താണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് നോക്കാം. റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ കപ്പാസിറ്റർ ടു എ സി. ഒരു കപ്പാസിറ്ററിലൂടെ എ സി പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. അത് കാണാനുള്ള ഫോർമുല എക്സ് സി ഈസ് ഈക്വൽ ടു 1/ωc. ഇനി പവർ ആവറേജ് നമുക്കിതിൽ നോക്കാം. പവർ ആവറേജ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വി ഐ ഡി ടി ബൈ ടി ആണ്. ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0 ആണ്. ഫേസർ ഡയഗ്രാം. ഫേസർ ഡയഗ്രത്തിൽ നിങ്ങൾ നോക്കുക, കറണ്ട് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് എന്ത് ചെയ്യാണ്? മുന്നിലാണ്. വോൾട്ടേജ് എന്താണ്? പിന്നിലാണ്. മറ്റൊരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കറണ്ട് മുന്നിലും വോൾട്ടേജ് പിന്നിലുമായിട്ടാണ് വരുന്നത്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ.
ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നോക്കുക, കറണ്ട് മുകളിലാണ് വരുന്നത്, വോൾട്ടേജ് താഴെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.